अरे भाई ये तुम मरने का टाइम इधर आके बाकी किसी का सरकाता है. ആരാണ് ഏറ്റവും കൂടുതൽ കണ്ടന്റ് വീഡിയോസ് എടുക്കുമ്പോൾ റീടേക്ക് എടുക്കുന്നത്? കറക്റ്റ്. ഇന്ന് വായിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇവള് വായിക്കില്ല. ഇവർക്ക് ഭയങ്കര ഒരു തെന്നിന്ത്യൻ റാണിയുടെ ഒരു ഇതാ. ഇങ്ങനെ പറയുമ്പോ എന്നോട് ഇങ്ങനെ നോക്കിട്ട് പറയും കൊള്ളില്ലല്ലോ. എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഇവളോട് ചോദിക്കും ഇവിടെ ഒന്ന് നോക്കിയെന്ന് പറയും. അപ്പൊ ഇവളോട് എങ്ങനെയുണ്ട് നോക്കിയപ്പോൾ ഇവളെ എപ്പോഴും കാണിക്കുന്ന പിന്നെ ഒരു ഗസ്റ്റർ എന്താ പറയാ. അപ്പൊ ഞാൻ പറയും കഴിഞ്ഞ വീഡിയോന്റെ അത്രയും ഉണ്ടോ? അതായത് അല്ല ഞാനമ്മ ആദ്യ യാത്ര എവിടെയായിരുന്നു? ദുബായിലോട്ട് വിസ എടുത്തോട്ട് ഞങ്ങള് ഹണിമൂൺ തന്നെ പോവാന്നൊക്കെ ഞാൻ പറഞ്ഞപ്പോ നിന്നെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരല്ലേ ഇനിയിപ്പോ ഇവിടെ ഹണിമൂൺ ദുബായില്. ദുബായിൽ ഹണിമൂൺ എന്താ മോശമാണോ? ഇല്ല, പലരും സ്വപ്നം കാണുന്ന honeymoon അല്ലേ? ഇവളെ ഞാൻ ശരിക്കും കാണിച്ചു കൊടുത്തു. ദുബായ്. അപ്പൊ അവക്ക് അത് പറ്റില്ല. അവക്ക് റഷ്യയിലോട്ട് പോകണം. ആരാണ് കൂടുതൽ റൊമാൻറ്റിക്? ഞാൻ ആണോ? അല്ല അവള് കണ്ട ഏറ്റവും നല്ല റൊമാൻറ്റിക് നായകൻ ഞാനായിരിക്കും. അയ്യടാ. അല്ലേ ജാനമ്മ? ഞാനേ റൊമാൻറ്റിക് കൂടുതൽ. അത് അവക്കറിയാം. ആ ഫ്ലാറ്റിലെ മിക്ക ആളുകൾക്ക് അറിയാം. ചേട്ടൻ ഫുഡ് ഉണ്ടാക്കാറുണ്ടോ? ഇപ്പൊ ബോംബെയിലും ഡൽഹിയിലൊക്കെ ഞാൻ ഒറ്റക്കായിരുന്നു താമസം. ആ സമയത്തൊക്കെ ഫുഡ് ഉണ്ടാക്കിയത്. പിന്നെ നമുക്ക് നമ്മുടെ വൈഫ് വന്നു, അവള് ഫുഡ് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഞാനെന്തിനാ അവിടെ പോയിട്ട് വെറുതെ കൊളവാക്കുന്നത്? ഇല്ല എനിക്കിഷ്ടാണ് വരുന്നത്, പക്ഷെ വരില്ല. വരില്ല. ഞാൻ മട്ടൺ ഗോഷൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഓ, അനക്കോ? പിന്നെ വേറെ ഏത് എനിക്ക് പിന്നെ ഞാൻ ആർക്കും ഉണ്ടാക്കി കൊടുത്തത്? ഞാൻ മട്ടൻ കഴിക്കില്ലല്ലോ. പിന്നെ ഇത് ഞാൻ മട്ടൻ കഴിക്കാറില്ല. ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. എനിക്ക് ഉണ്ടാക്കി തന്നിട്ടില്ല. എനിക്ക് ഉണ്ടാക്കി ഒരെണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ആർക്കും ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. എനിക്കറിയാം, ഞാൻ മട്ടൻ കഴിക്കില്ലല്ലോ. ചിലപ്പോ മട്ടൻ കഴിച്ചില്ല, ഗോശ കഴിച്ചിട്ടുണ്ടോ? ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അതിപ്പോ ഇപ്പോൾ മട്ടൻ കഴിക്കില്ല ഞാൻ ഉണ്ടാക്കി കൊടുത്തില്ലാതാവോ? കുറവാണോ? അല്ല ഞാൻ മട്ടൻ ഗോശ ഉണ്ടാക്കി കൊടുത്തു. ഉണ്ടാക്കിട്ട് പക്ഷെ എനിക്ക് തന്നിട്ടില്ല. പിന്നെ ഞാൻ എവിടെയാ മട്ടൻ കഴിക്കുന്നത്? നീ ഒന്നുകൂടെ ആലോചിച്ച് നോക്കിയാല്. ഞാൻ മട്ടൻ കഴിക്കാറില്ല. ഞാൻ മട്ടൻ കഴിക്കാത്ത ഞാൻ എങ്ങനെയാ മട്ടൻ ഗോശ കഴിക്കാം? അടുത്തൊരു സെഗ്മെന്റ് ഉണ്ട്, ഹൂ എമംഗ് അസ് എന്നാണ് സെഗ്മെന്റിന്റെ പേര്. ആരാണെന്ന് നിങ്ങൾ ഒരുമിച്ച് ആൻസർ പറയണേ, അല്ലെങ്കിൽ കൈകൊണ്ട് കാണിച്ചാലും മതി. എന്നിട്ട് അതിന്റെ എക്സ്പ്ലനേഷൻ വേണമെങ്കിൽ നമുക്ക് അങ്ങനെ പറഞ്ഞു പോവാം. ആരാണ് ഏറ്റവും കൂടുതൽ കണ്ടന്റ് വീഡിയോസ് എടുക്കുമ്പോൾ റീടേക്ക് എടുക്കുന്നത്? കറക്റ്റാ. ഒത്തിരി റീടേക്ക് എടുക്കുവോ? ഞാൻ എഴുതുന്നോണ്ട് എനിക്ക് പ്രശ്നമില്ല. അറിയാം, കഥയൊക്കെ എഴുതുന്ന ആളാണല്ലോ. അപ്പൊ പിന്നെ എനക്ക് മാത്രമേ അതിന്റെ പറയാ. ഒന്ന് വായിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇവള് വായിക്കില്ല. ഇവർക്ക് ഭയങ്കര ഒരു തെന്നിന്ത്യൻ റാണിയുടെ ഒരു ഇതാ. ഇങ്ങനെ പറയുമ്പോ എന്നോട് ഇങ്ങനെ നോക്കിട്ട് പറയും കൊള്ളില്ലല്ലോ. അപ്പൊ നമ്മളത്രയും ബുദ്ധിമുട്ടിട്ട്, അങ്ങനെ ബുദ്ധിമുട്ടിന്നല്ല പറയുന്നത്, നമ്മളങ്ങനെ എഴുതുന്നതിന്റെ ഒരു ഇന്നാളുടെ പേര് വരരുത്, ആളുകൾ വിചാരിക്കരുതെന്നൊക്കെ. അപ്പൊ ഇവളിങ്ങനെ നോക്കിട്ട് ഇതുപോലെ പറയും. അങ്ങനെയൊക്കെ പറയും. പിന്നെ ഞാനിങ്ങനെ എടുത്തു കഴിഞ്ഞിട്ട് ഇപ്പൊ വീഡിയോ കാണുമ്പോൾ നമുക്ക് എന്തായാലും ചിരി വരില്ല, അറിയാലോ. നമുക്ക് ചിരി വരാറില്ല. അപ്പൊ എവിടെങ്കിലും ചിരി വരുന്നുണ്ടോ ഞാൻ ഇങ്ങനെ നോക്കിട്ട് എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഇവളോട് ചോദിക്കും ഇവിടെ ഒന്ന് നോക്കിയെന്ന് പറയും. അപ്പൊ ഇവളോട് എങ്ങനെയുണ്ട് നോക്കിയപ്പോൾ ഇവളെപ്പോഴും കാണിക്കുന്ന പിന്നെ ഒരു ഗസ്റ്റർ എന്താ പറയാ. എങ്ങനെയുണ്ട്? അപ്പൊ ഞാൻ പറയും കഴിഞ്ഞ വീഡിയോന്റെ അത്രയും ഉണ്ടോ? അതായത് മമ്മൂട്ടിയോ? അല്ല ഞാനമ്മ അല്ലേ മമ്മ അങ്ങനല്ലോ. എങ്ങനെ കഴിഞ്ഞ വീഡിയോന് അത്രയാണ്? അപ്പൊ ഇങ്ങനെ അപ്പൊ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അവളിങ്ങനെ നമ്മള് എന്ത് ചങ്ക് തുറന്ന് കാണിച്ചു കഴിഞ്ഞാൽ അവള് കളർ പോലെ ചെമ്പരത്തിയാ, ഇത് കൃത്രിമ ചെമ്പരത്തിയാ പറയാ. അങ്ങനത്തെ ഒരു അവസ്ഥയുണ്ട്. അത് എന്ത് ചെയ്യാനാ, ഒരു സെലിബ്രിറ്റി ആറ്റിറ്റ്യൂഡ് ആയി പോയി. സെലിബ്രിറ്റി ഒരാളും അറിയാത്ത കാലത്തെ ഇതിനേക്കാളും വലിയ ആറ്റിറ്റ്യൂഡ് ആയത്. ഇപ്പൊ ഞാൻ പറയാ ആളുകൾ നോക്കുന്നുണ്ട് നീ. അടുത്തത്, ഏറ്റവും കൂടുതൽ അലാം സെറ്റ് ചെയ്യുന്നത് ആരാണ്? ഇങ്ങനെ ഇപ്പൊ 12 ഞാൻ കാരണം ഇവള് എഴുന്നേക്കാറില്ലല്ലോ, പിന്നെ എന്തിനാ അലാം? എഴുന്നേക്കുന്നാക്കല്ലേ അലാം. അത് ശരി. സൂര്യൻ ഉദിച്ച് താഴെ വന്ന് വിളിക്കണം, മോളെ രാവിലെ ആയി എഴുന്നേറ്റ്. ഇവള് ഇതുവരെ അല്ല. ഇപ്പൊ ഇന്ന് രാവിലെ എഴുന്നേക്കാൻ വേണ്ടി അലാം സെറ്റ് ചെയ്ത ഞാൻ. അപ്പൊ ഞാൻ എങ്ങനെ സെറ്റ് ചെയ്യും? പിന്നെ എന്താ പറയാ, ഇപ്പൊ 6 മണിയാണെന്ന് വെച്ചു, അല്ലെ 5 മണിയാണെന്ന് 5, 5, 5, 5, 10, 5, 15, 5, 16 എന്നൊക്കെ ആക്കിയിട്ട് ഞാൻ ചോദിക്കും. ഇവളോട് ഞാൻ ചോദിക്കും അലാം ഒക്കെ അല്ലേ വെച്ചിട്ടില്ലേ? എന്നോട് ചോദിക്കും വെച്ചിട്ടില്ല, അത് മതി. ഞാൻ അത് കേട്ട് എഴുന്നേറ്റോളാന്ന് പറയും. അലാം ഞാനാ കേട്ടിട്ട് എണീച്ചത്. ബോധമില്ലാതായിപ്പോയി, ഞാൻ ഉറങ്ങിപ്പോയോ. അല്ലാതെ
കേട്ടെണ്ണിക്കാറുള്ളതാരാ ഇത് സ്നൂസ് ചെയ്ത് ഞാൻ ഇന്നാരാണ് ഞാൻ ഇന്നത്തെ ഒരു ദിവസം എന്തോ അവൾ ഇന്റർവ്യൂ ഉണ്ട്, ചിലപ്പോ ഈ ഇങ്ങനെ ഒരു ചോദ്യം വരുന്നുണ്ട് വിചാരിച്ചു ഇവള് എഴുന്നേറ്റായിരിക്കും. ഇവളോ രാവിലെ എഴുന്നേക്കുന്ന മോൾക്ക് സ്കൂളിൽ പോവാൻ ഞാൻ 5 മണിക്ക് എണ്ണിക്കാറുണ്ട് അല്ലേ? മമ്മിയല്ലേ രാവിലെ വിടുന്നത്? അത് ശരി, ഓക്കെ. 5 മണിക്ക് എഴുന്നേറ്റു, 6 മണിക്ക് മോള് പിന്നെ എന്നിട്ട് സ്കൂളിലോട്ട് പോയി. അതിനുശേഷം 7 മണിക്ക് പിന്നെ എന്നിട്ട് ഞാൻ പിന്നെ ഓഫീസിലോട്ട് പോയി കഴിഞ്ഞാല് പിന്നെ എന്താ ചെയ്യുന്നത് ചോദിച്ചു നോക്കിയേ. പിന്നെ എന്താ ചെയ്യുന്നത്? പിന്നെ റെസ്റ്റ് എടുക്കും. അപ്പൊ ആ 5 മണിക്ക് പിന്നെ എഴുന്നേറ്റ് അങ്ങ് ഇതായില്ലേ, സോൾവ് ആയിപ്പോയില്ലേ? അത് തന്നെ പരിപാടി. ഹോം മേക്കർ എന്തൊക്കെ ജോലിയുള്ളതല്ലേ? അതാ ഇവരുടെ വിചാരം അത് സിമ്പിൾ ആണ്. വീഡിയോ എടുക്കുന്ന ദിവസമൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ അടുക്കള ബന്ധ അവിടെ. അല്ല, വീഡിയോ എടുക്കുന്ന സമയത്ത് എന്നോട് പറയും വേറെ ഒരു സ്ഥലത്ത് നീ പോകാൻ പാടില്ല, ഇവിടെ തന്നെ ഇരിക്കണം. അല്ല, നമ്മള് വീഡിയോ എടുക്കുമ്പോഴേ ഒരു 2-3 കണ്ടന്റ് നമ്മള് ചുമ്മാ വീട്ടിലിരിക്കുന്ന ദിവസം അവിടെ ചിലപ്പോ നമ്മള് ഫുഡ് ആക്കാൻ ചിലപ്പോ മറന്നെന്ന് വരാം, അല്ലെങ്കിൽ ഫുഡ് അവസാനമായിരിക്കും. ഈ വീഡിയോ എടുക്കുന്ന ദിവസമായിരിക്കും ഇവള് പിന്നെ സദ്യ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. ഞാൻ എന്താ ചെയ്യാന്നൊക്കെ നേരത്തെ പറഞ്ഞ വള്ളുവനാടൻ ലാംഗ്വേജിലൊക്കെ എന്തിട്ടാ ഇപ്പൊ ഉണ്ടാക്കാന്ന് അപ്പോഴും വീഡിയോ എടുക്കുന്ന സമയത്ത് ഇവക്ക് ഈ പരിപാടിയിലേക്ക് പോകണം. ഓക്കെ, അടുത്തത് കണ്ടന്റ് ഏറ്റവും കൂടുതൽ മടി പിടിച്ച് എടുക്കുന്നത് ആരാ? മടി പിടിക്കുന്നു, മടി കണ്ടന്റ് തുടങ്ങാനായിട്ടുള്ള ഒരു മടി, സ്റ്റാർട്ടിങ് ട്രബിൾ എപ്പോഴും മടിയുണ്ടാവും. തുടങ്ങി കിട്ടിക്കഴിഞ്ഞാല് പിന്നെ കുത്തി പൊക്കണം. ഓക്കെ, അടുത്തത്. രണ്ടുപേരും മടിയന്മാരായോണ്ട് പിന്നെ ഇല്ല ഞാൻ മടിയൊന്നുമില്ല. ഇല്ല ചേച്ചി ഇത് ഇനിഷ്യേറ്റീവ് എടുക്കുന്ന ചേച്ചിയാ? ഞാൻ പറയും നമുക്ക് എടുക്കാം, വീഡിയോ എടുക്കാന്ന് പറയാം. എടുക്കാന്ന് പറഞ്ഞിട്ട് ഇവള് പോയിട്ട് ക്യാബേജ് വെട്ടാൻ വേണ്ടി പോകും. ഇല്ല എടുക്കാന്ന് പറയും, എല്ലാം പറഞ്ഞ് കൺവിൻസ് ചെയ്തിട്ട് എന്നാ ഇച്ചിരി പണിയുണ്ടോ, ഇച്ചിരി പണി എടുത്തിട്ട് അവസാനം ഒരു മിനുക്ക് പണി. ഓക്കെ, അടുത്തത്. പുറത്തു പോകാനായി റെഡിയാകാൻ ഏറ്റവും കൂടുതൽ സമയം എടുക്കുന്നത് ആരാ ആണ്? ഇത് കാരണം വഴക്കുകൾ അത് വഴക്കൊന്നുമില്ല. അവളെ ഇഷ്ടമുള്ള പോലെ നല്ല ഭംഗിയായിട്ട് പുറത്തിറങ്ങിയാൽ മതി. പക്ഷെ ഇവക്ക് അതൊന്നും വലിയ താല്പര്യമുള്ള ആളല്ല, അങ്ങനെ ഭയങ്കരമായിട്ട് പിന്നെ മേക്കപ്പ് ചെയ്യുക അതിലൊന്നും താല്പര്യം. പക്ഷെ ഞാൻ പറയും മേക്കപ്പ് ഇഷ്ടമാണ്, അതൊക്കെ ചെയ്യുക. ട്രിപ്പ് ഒക്കെ പോകാനായിട്ട് ആരാണ് ഇനിഷ്യേറ്റീവ് എടുക്കുന്നത്? നമ്മൾ രണ്ടുപേരും ഒരുമിച്ച്. രണ്ടുപേര് നിങ്ങൾ ഏറ്റവും കൂടുതൽ തവണ വിസിറ്റ് ചെയ്തിട്ടുള്ള പിന്നെയും പോയിട്ടുള്ള പ്ലേസ് ഏതാ? അങ്ങനൊന്നുമില്ല. അപ്പൊ ഞങ്ങള് ഇപ്പം ചിലപ്പം വിചാരിക്കണം എല്ലാ ഇയറും ഒരു എവിടെയെങ്കിലും പോകണം. ലാസ്റ്റ് പോയത് പിന്നെ മൗറീഷ്യസ്. അപ്പൊ എങ്ങനെ എല്ലാ സ്ഥലത്തും അങ്ങനെ ഇതില്ല, വളരെ ഭയങ്കരമായിട്ട് അങ്ങ് പ്ലാൻ ചെയ്തിട്ട് അങ്ങനെയൊന്നും ചെയ്യാറില്ല. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഫ്ലോപ്പാണ്. പെട്ടെന്നുള്ള തീരുമാനമായിരിക്കും. ഇതിൽ ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ള ഫസ്റ്റ് ട്രിപ്പ് അങ്ങനെ പറയുമ്പോ ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ള ട്രിപ്പ് ഏതായിരിക്കും? അതിനൊന്നും എനിക്ക് അത്ര വലിയ ഉത്തരവില്ലായിരിക്കും, എനിക്ക് ഓർമ്മയില്ല. ഇവർക്ക് എന്തെങ്കിലും ഓർമ്മയുണ്ടാവില്ല. ഫസ്റ്റ് ആദ്യ യാത്ര എവിടെയായിരുന്നു? ദുബായിലോട്ട് വിസ എടുത്തോട്ട് ഞങ്ങള് ഹണിമൂൺ തന്നെ പോവാന്നൊക്കെ ഞാൻ പറഞ്ഞപ്പോ നിന്നെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരല്ലേ, ഇനിയിപ്പോ ഇവിടെ ഹണിമൂൺ ദുബായില്. ദുബായിൽ ഹണിമൂൺ എന്താ മോശമാണോ? പലരും സ്വപ്നം കാണുന്ന ഹണിമൂൺ ഞാൻ ശരിക്കും കാണിച്ചു കൊടുത്തു ദുബായ്. അപ്പൊ അവർക്ക് അത് പറ്റില്ല, അവർക്ക് റഷ്യയിലോട്ട് പോകണം. ആരാണ് കൂടുതൽ റൊമാൻറ്റിക്? ഞാൻ. ആണോ? ഞാൻ. അച്ഛനാ അവള് കൈ കാണിക്കുന്ന, പറയൂ മോളെ. അല്ല, അവള് ഏറ്റവും നല്ല റൊമാൻറ്റിക് നായകൻ ഞാനായിരിക്കും. അയ്യടാ അല്ലേ ജാനമ്മ? ഡാഡി റൊമാൻറ്റിക് കൂടുതൽ, മമ്മി ഇച്ചിരി ടീമല്ലേ ചേച്ചി? ഇവർ രണ്ടാളും എപ്പോഴും എന്നാ അവളെ ആദ്യം കാണുന്ന ഇവള് എന്നെ ചിലപ്പോ ചീത്ത പറയുന്നത് കാണും, ചിലപ്പോ ഞാൻ കാണുന്ന അവള് ചീത്ത പറയുന്നത്. പിന്നെ ഇവിടെ റൊമാൻസ് അല്ല, അവൾ ആദ്യം കൈ കാണിച്ച് അച്ഛനാ. അത് ഞാനാണെന്ന് അവക്കറിയാം. അതെ 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 അതെ, അത് അവക്കറിയാം. ആ ഫ്ലാറ്റിലെ മിക്ക ആളുകൾക്ക് അറിയാം. ഞാൻ പറയാം എല്ലാവർക്കും അറിയാം. ആരാണ് ഈ കൂട്ടത്തിൽ ഹെൽത്ത് കോൺഷ്യസ്? രണ്ടാളുമല്ല. അല്ല, നിങ്ങൾ ഈ അടുത്ത് ജിമ്മിൽ ചേർന്നിട്ട് അവസാനം അയാള് ഭയങ്കര ചീത്ത പറഞ്ഞു. ജിമ്മിൽ ചേരാൻ ഭയങ്കര താല്പര്യം, പക്ഷെ എന്തോ ഫുഡ് ഭയങ്കര ഫുഡി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയല്ല. പക്ഷെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. എന്തോ പറ്റുന്നില്ല. ഇപ്പൊ ഉദാഹരണത്തിന് ഞങ്ങളൊരു 2-3 ഒരാഴ്ചയൊക്കെ നമ്മൾ അതിനെ കൺട്രോൾ ചെയ്ത് ചീറ്റ് ഡേ എന്ന് പറയില്ലേ, ഞങ്ങള് ചീറ്റ് വീക്കാണ്. അതായത് ഒരാഴ്ച നമ്മൾ ചീറ്റ് വീക്ക്, ഒരിക്കൽ ബ്രേക്ക് ആയാൽ മതി. ആ ഒരു സ്ട്രെച്ച് ഒരിക്കൽ ബ്രേക്ക് ആയി കഴിഞ്ഞാൽ പിന്നെ ശരി, ഈ ബ്രേക്ക് ചെയ്യുന്ന ദിവസം എല്ലാം നശിച്ചു പോകുന്നത്. അയ്യോ, പിന്നെ തിരിച്ചു പിന്നെ അത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മളെന്താ വിചാരിക്കുക, തിന്നിട്ട് ചാവട്ടെ.
അങ്ങനെ ശരിയാ. നമ്മള് കണ്ണൂരിലൊക്കെ അങ്ങനെ പറഞ്ഞേ എന്നാലും ചവന് തിന്നിട്ട് ചാവട്ടെ. അതെ ഇതൊക്കെ നമുക്ക് വേണ്ടി തന്നെ ഉള്ളതല്ലേ ആ ഒരു മിനിറ്റ്. പിന്നെ പെട്ടെന്ന് ഒരു ദിവസം വീണ്ടും വരും, പിന്നെ വീണ്ടും നമ്മള് ഇതാക്കും. അങ്ങനെയല്ല. അങ്ങനെയല്ല. ഓക്കെ, അടുത്തത്. അപ്പൊ ഇത് തന്നെ റിലേറ്റ് ചെയ്തിട്ടായിരുന്നു അടുത്തത്. ആരാണ് കൂട്ടത്തിൽ ഭക്ഷണപ്രിയൻ? വാരി വലിച്ച ഫുഡ് കഴിക്കുന്നല്ല, ഭക്ഷണപ്രിയന്മാരുണ്ടല്ലോ. ചേട്ടന എന്താ ചേട്ടൻ ഏറ്റവും നേരത്തെ പറഞ്ഞ ബിരിയാണിയാണ്. നല്ല ബിരിയാണി. ഇപ്പൊ നേരത്തെ നല്ല സദ്യയൊക്കെ നല്ലത് കിട്ടും, ഭയങ്കര അപൂർവമായിരിക്കും. നമുക്കത് എപ്പോഴും വിശ്വസിക്കാൻ പറ്റില്ല. ബിരിയാണി ഒരു സിംഗിൾ ഡിഷ് ആയതുകൊണ്ടാണ്. മറ്റേതൊരു ഒരു കളക്റ്റീവ് ഒരു കോംബോ ഡിഷ്. എല്ലാ കറിയും നന്നാണ്. ബിരിയാണി അതേപോലെ തന്നെ നല്ല ബിരിയാണി കിട്ടാൻ ഭയങ്കര പാടാണ്, ഭയങ്കര പാടാണ്. അപ്പം നല്ല ബിരിയാണി കിട്ടുക, അത് ആസ്വദിച്ച് കഴിക്കാം. പക്ഷെ എങ്കിൽ കുറേ നമ്മൾ തിരയണം. ചേച്ചി ഉണ്ടാക്കുന്ന ഫുഡിൽ ഏറ്റവും ഇഷ്ടം ഏതാ? ഉണ്ടാക്കുന്ന എല്ലാം ഇഷ്ടമാണ്, എല്ലാം ഇഷ്ടം. ഇപ്പം ഞാൻ എനിക്ക് പണ്ടൊന്നും ഉപ്പുമാവ് ഇഷ്ടമല്ല, പുട്ട് ഇഷ്ടമല്ല. ഞാൻ ഉപ്പുമാവും പുട്ടൊക്കെ കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇവളുണ്ടാക്കിയപ്പോഴാണ്. അത് പക്ഷെ വളരെ വല്ലപ്പോഴേ ഫുഡ് ഉണ്ടാക്കുള്ളൂ. അങ്ങനെ എന്തിട്ടി കരിയോ ഇപ്പോഴും കേൾക്കുക കേൾക്കാൻ പറ്റിയല്ലോ. ഞാനിതെല്ലാവരോടും പറയുന്നതാ. ഞാനിപ്പോ എന്റെ ഫ്രണ്ട്സ് ആയാലും എല്ലാവരോടും ഞാൻ പറയും, അവളുണ്ടാക്കുന്ന വളരെ അപൂർവം സാധനങ്ങൾ വല്ലപ്പോഴേ ഉണ്ടാക്കുള്ളൂ. ചേട്ടൻ ഫുഡ് ഉണ്ടാക്കാറുണ്ടോ? ഞാൻ പണ്ട് ഉണ്ടാക്കി പറഞ്ഞത്, ഇപ്പൊ ഉണ്ടാക്കില്ല. എന്താ പറ്റി? ആരെങ്കിലും മോശം പറഞ്ഞു? പണ്ട് ഞാൻ ഈ ഹോസ്റ്റലിലും മറ്റേ ഞാൻ കുറെ ഇപ്പം ബോംബെയിലും ഡൽഹിയിലൊക്കെ ഞാൻ ഒറ്റക്കായിരുന്നു താമസം. ആ സമയത്തൊക്കെ ഫുഡ് ഉണ്ടാക്കിയത്. പിന്നെ നമുക്ക് നമ്മുടെ വൈഫ് വന്നു, അവള് ഫുഡ് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഞാനെന്തിനാ അവിടെ പോയിട്ട് വെറുതെ കൊളവാക്കുന്നത്? ഇല്ല, എനിക്കിഷ്ടമാണ് വരില്ല. ഞാൻ മട്ടൺ ഗോഷൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അനക്കോ? പിന്നെ വേറെ ഏതുമായിരിക്കും? പിന്നെ ഞാൻ ആർക്കാ ഉണ്ടാക്കി കൊടുത്തത്? ഞാൻ മട്ടൻ കഴിക്കില്ലല്ലോ. പറ്റിക്കുന്നത് ഞാൻ മട്ടൻ കഴിക്കാറില്ല. ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. എനിക്കുണ്ടാക്കി തന്നിട്ടില്ല. ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ആർക്കും ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഞാൻ മട്ടൻ കഴിക്കില്ലല്ലോ. ചിലപ്പോ മട്ടൻ കഴിച്ചില്ല, ഗോഷ് കഴിച്ചിട്ടുണ്ട്, ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അതിപ്പോ ഇപ്പോൾ മട്ടൻ കഴിക്കില്ല, ഞാൻ ഉണ്ടാക്കി കൊടുത്തില്ല. കുറവാണോ? പെട്ടെന്നാക്കി. അല്ല, ഞാൻ മട്ടൻ ഗോഷ് ഉണ്ടാക്കി കൊടുത്തു, ഉണ്ടാക്കിട്ട്, പക്ഷെ എനിക്ക് തന്നിട്ടില്ല. പിന്നെ ഞാൻ എവിടെയാ മട്ടൻ കഴിക്കുന്നത്? ചിക്കൻ കോശായിരിക്കും. അല്ല, ചിക്കൻ കോശല്ല. ഞാൻ മട്ടൺ എന്റെ മാസ്റ്റർ പീസ് ആയതുകൊണ്ട് ഞാൻ മട്ടൺ കോശ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ ആർക്കും ഉണ്ടാക്കി കൊടുത്തത്? അത് ഫ്രണ്ട്സിനായിട്ടായിരിക്കും. പിന്നെ ഫ്രണ്ട്സിന് ഞാനിവിടെ മട്ടൻ കോശ ഉണ്ടാക്കി കൊടുക്കില്ലേ? അല്ല, എന്നോട് പറഞ്ഞു ഞാൻ ഇതൊക്കെ മട്ടൻ കോശ്, പിന്നെന്തോ ദാലിന്റെ അങ്ങനെ എന്തൊക്കെ ഉണ്ടാക്കാറുണ്ട്. ദാൽ തടുക്ക, അതൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ എനിക്കൊരു സാധനവും ഉണ്ടാക്കി ഒന്നുകൂടെ ആലോചിച്ച് നോക്കിയാൽ ഞാൻ മട്ടൻ കഴിക്കാറില്ല. ഞാൻ മട്ടൻ കഴിക്കാത്ത ഞാൻ എങ്ങനെയാ മട്ടൻ കോശ കഴിക്കുക? സ്വപ്നം കണ്ടതല്ലോ. അല്ലല്ലോ, ഞാൻ മട്ടൻ കോശ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്റെ മട്ടൻ കോശ വേറെ ആരോ കഴിച്ചിട്ടുണ്ട്. എന്തായാലും ഒരു ദിവസം മട്ടൻ കോശ ഉണ്ടാക്കി കൊടുക്കുക. ആ ഒരു പരാതി കഴിക്കില്ല. വീട് എപ്പോഴും നീറ്റായി ഇട്ടിരിക്കുന്നത് ആരാണ്? വെക്കുന്നത് ആരാണ്? ചേച്ചിയാണ്. ഇച്ചിരി വൃത്തി കൂടുതലാണ്. ആണ്. ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ടോ? പിന്നെ തീർച്ചയായിട്ടും ബുദ്ധിമുട്ട്. ഏറ്റവും കൂടുതൽ പ്രശ്നം എന്താ? നനഞ്ഞ തോർത്ത് ബെഡിൽ ഇടുന്നത്? എല്ലാത്തിനും പ്രശ്നമാണ്. അവൾ ഇഷ്ടപ്പെടാത്ത രീതിയിൽ പിന്നെ ആരെന്ത് വെച്ചോ എനിക്കും അവക്കും കിട്ടാറുണ്ട്. അവൾക്ക് നന്നായിട്ട് കിട്ടാറുണ്ടോ? അല്ല, പണ്ടൊക്കെ എനിക്ക് മാത്രമായിരുന്നു, ഇപ്പൊ ഇവക്കും കിട്ടുന്നോണ്ട് എനിക്ക്. ബുക്സൊക്കെ അടുക്കി വെക്കാത്തതിന് അമ്മയുടെ വഴക്ക് കിട്ടാറുണ്ടോ? ഇല്ല. ഞാൻ ഈ കള്ളം പറയുന്നത് ക്യാമറക്ക് മുന്നിൽ. അല്ല, പണ്ടൊക്കെ ഉണ്ടല്ലോ എനിക്കൊരു വിഷമമായിരുന്നു, ഞാൻ ഒറ്റയ്ക്ക് കേൾക്കണല്ലോ. ഇപ്പൊ ഇവളുള്ളതുകൊണ്ട് കുറെ ഭാഗം ഇവക്ക് കിട്ടും. അതെ, രണ്ടുപേരുള്ളത് കൊണ്ട് വഴക്കൊക്കെ ഡിവൈഡ് ചെയ്ത് കൊടുക്കാം. കുഴപ്പമില്ല. പിന്നെ ചേട്ടാ, നമ്മള് ഒരു നിങ്ങളുടെ വീഡിയോയില് കമന്റ് കണ്ടായിരുന്നു, തുമ്മിരുട്ടു എന്ന് പറഞ്ഞിട്ട്. തുമ്മിരുട്ടു നല്ല കേൾക്കാൻ രസമുള്ള വാക്ക്. ഇതെന്താ? എനിക്ക് ഒരു മീനിങ് മനസ്സിലായില്ല. ഇത് കണ്ണൂരത്തെ ഭാഷ? തുമ്മിരുട്ട് നമ്മുടെ ഈ തെക്ക് ഭാഗത്തൊക്കെ മൊടാന്നൊക്കെ പറയില്ലേ? മൊടാന്നല്ലേ പറയാ? മുട കാണിക്കരുത്. അപ്പൊ അതിന്റെ ഒരു ലൈറ്റർ വേർഷൻ. മുട ചിലപ്പോ അടിയിലോട്ടൊക്കെ പോകുന്നതിന് മുന്നായിരിക്കും. അതിന്റെ ഒരു ലൈറ്റർ വേർഷൻ. നമ്മളിപ്പോ ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞില്ല, പിന്നെ ഇപ്പൊ അമ്മയോട് കെറുവിക്കല്ലേ എന്നുള്ളതാണോ? കെറുവിക്കല്ലേ ഇച്ചിരി ദേഷ്യപ്പെടല്ലേ? ഇച്ചിരി പെണങ്ങെന്ന് വെച്ചാൽ ഇങ്ങനെ കെറുവ് കാണിക്കരുത്. നമ്മളിപ്പോ ഇപ്പൊ ഇങ്ങനെ പറയില്ല, തഗ് പറയില്ല, തഗ്. തഗിന്റെ ഒരു എക്സാക്ട് മലയാളം തുമ്മിരിട്ടെ. ഉദാഹരണത്തിന് തർക്കുത്തരം ബദല് പറയുന്നത്. അതാണ് തുമ്മിരിട്ട്. തുമ്മിരിട്ടളക്കല്ലേ പറയില്ലേ? അവിടെ ഇങ്ങനെ പറയും, തുമ്മിരിട്ടളക്കല്ലേ. ഇങ്ങനെ കുറെ രസമുള്ള വാക്കുകൾ, നമുക്ക് കണ്ണൂരത്തെ കുറെ വാക്കുകളൊക്കെ ഇങ്ങനെ മനസ്സിലാവാത്ത വാക്കുകളൊക്കെ ഉണ്ട്. പിന്നെ നിങ്ങളുടെ വീഡിയോസ് കണ്ടപ്പോഴത്തേക്ക് ചേട്ടൻ്റെ ഇടയ്ക്ക് തൃശ്ശൂര്, അപ്പൊ ഞാൻ ശരിക്കും കൺഫ്യൂസ്ഡ് ആയി. ചേട്ടൻ ഇനി തൃശ്ശൂരും ചേച്ചി ഇനി കണ്ണൂരും ആണോ? അങ്ങനെ ആളുകൾ കൺഫ്യൂസ് ആവുന്നുണ്ടോ? എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവൻ തൃശ്ശൂരുകാരനാണ്. അപ്പം ഫ്രണ്ടിന്റെ പേര് പറയുന്നില്ല. അപ്പം അവനിങ്ങനെ
ഈ ഹിന്ദിയിലും ഇംഗ്ലീഷിലൊക്കെ വളരെ ഇമോഷണലായിട്ട് സംസാരിക്കുന്നത് അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു രസം തോന്നി. അങ്ങനെയാണ് വീഡിയോ അങ്ങനെ ആക്കിയത്. തൃശ്ശൂരുകാരുടെ ഹസ്ബൻഡ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഹിന്ദിയൊക്കെ പറയുമ്പോൾ അവനിങ്ങനെ ഇതിൽ പറയും, അരെ മേ ബോലാനാ തുംകോ ക്യാ മാലൂം മേരേ. തൃശ്ശൂരിൽ അറബിയൊക്കെ പറഞ്ഞായിരുന്നല്ലോ. അറബി പറയാൻ പറയരുത്, അറബി അറിയില്ല. വീഡിയോയിൽ എന്താ എങ്ങനെയായിരുന്നു? അത് പഠിച്ചിട്ട് പറഞ്ഞല്ലേ. തൃശ്ശൂരിലെ ഹിന്ദി എങ്ങനെ? അപ്പൊ ഉദ്ദേശിച്ചത് ഒരു വയസ്സായ ആളോട് പറഞ്ഞാണ്, ദേഷ്യപ്പെട്ട് പറഞ്ഞാണ്. അവൻ ഇങ്ങനെ പറഞ്ഞു, ഈ വയസ്സുകാലത്ത് ഭരണപ്പെടേണ്ട കാലത്ത് ഇവിടെ വന്നിട്ട് ജോലി ചെയ്തിട്ട് വേറെ ആളുടെ തല പിന്നെ തിന്നണമെന്നുള്ളതാണ് അവൻ ചോദിച്ചത്. അപ്പൊ അവനത് ഇങ്ങനെ പറഞ്ഞു, അരെ ഭായി ये तुम मरने का टाइम इधर आके बाकी किसी का सरकाता है. അതങ്ങനെ പറഞ്ഞു. അപ്പൊ അവനോട് വേറെ എന്തെങ്കിലും ഇംഗ്ലീഷ് പറയുമ്പോഴും അവനൊക്കെ അവൻ എന്നോട് വന്ന് സംസാരിക്കുമ്പോൾ that guy came to me. I told him clearly, what are you doing? Are you talking to me? അപ്പോൾ അങ്ങനെ അവൻ വളരെ ഇമോഷൻ. അപ്പോൾ അത് അന്ന് സംസാരിക്കുമ്പോൾ ഞാനിങ്ങനെ വിചാരിക്കും, അപ്പം നമുക്കിത് തൃശ്ശൂർ ഭാഷ അറിയാത്തതുകൊണ്ട് തന്നെ ഇത് ശരിയാണോ അല്ലെങ്കിൽ പറഞ്ഞാൽ ശരിയാവോ എന്ന് അറിയില്ല. പിന്നെ തീർച്ചയായിട്ടും ആളുകളാവുമല്ലോ, അതിൻ്റെ രീതി, അതിൻ്റെ ശൈലി, അതിൻ്റെ നീട്ടം, അങ്ങനെയൊക്കെ. അപ്പം ഞാൻ ഇവളോട് പറഞ്ഞു, നമുക്ക് ഇങ്ങനെയൊന്ന് ചുമ്മാ ചെയ്തു നോക്കാം. ആളുകൾ ഈ ഡയലക്റ്റ് വെച്ചിട്ടുള്ള ഈ നേരത്തെ പറഞ്ഞല്ലോ, ചില വാക്കുകൾ ചിലർക്ക് തീരെ മനസ്സിലാവില്ല. കണ്ണൂരിലെ ഭാഷ അവിടെ, അതുപോലെ തൃശ്ശൂരിലും അതുപോലത്തെ ഒരുപാട് ഭാഷകളുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. മീൻസ് ഒരു വാക്കുകളുണ്ടെന്ന് തോന്നുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് എന്തെങ്കിലും ചെയ്യാന്നുള്ള രീതിയിലാണ് അങ്ങനെ ചെയ്തത്. അപ്പൊ എന്തായാലും ചേച്ചി ചേട്ടാ ഭയങ്കര സന്തോഷം. അപ്പം ഇനി നമുക്ക് നെക്സ്റ്റ് ടൈം ലീവിന് വരുമ്പോ കാണാം. തീർച്ചയായും. താങ്ക് യു സോ മച്ച്. ഞങ്ങളെ വിളിച്ചതിനും എല്ലാത്തിനും താങ്ക്സ്. താങ്ക് യു സോ മച്ച്.